أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ഇലാഹി പ്രണയത്തിൽ ലയിച്ച സൂഫികൾ, ആ സൂഫികളിൽ നിന്ന് ഒഴുകി വന്ന പ്രണയ കാവ്യങ്ങളാണ് സൂഫി ഗീതങ്ങൾ. അതിലെ വരികൾ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളതും, എന്നാൽ ആ വരികളിലൂടെ കടന്നു ചെല്ലുമ്പോൾ ഹൃദയം ആനന്ദിക്കുന്നതുമാണ്. ആ ഗീതങ്ങൾ സൂഫി ഗീതങ്ങൾക്ക് പിറവി നൽകിയവരിൽ പ്രധാനികളായ അബ്ദുൽ ഖാദിർ ഇച്ഛയെന്ന ഇച്ഛമസ്താന്റെയും അല്ലാമ ഇക്ബാലിന്റെയും വരികളാണ് ഞങ്ങളിവിടെ ആലപിക്കുന്നത്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ആമീന. ബാക്ക് പുള്ളിയിൽ വള്ളിയിൽ കീഴ് മദീന. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ആമീന. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ആമീന. ബാക്ക് പുള്ളിയിൽ വള്ളിയിൽ കീഴ് മദീന. ബാക്ക് പുള്ളിയിൽ വള്ളിയിൽ കീഴ് മദീന. ഫദ്കുർ റബ്ബക ഫീ നഫ്സി ആയതടി. ഫദ്കുർ റബ്ബക ഫീ നഫ്സി ആയതടി. ഫർദവൻ തൻ ഖുദ്ദൂസിൽ സഹാമല്ലടി. ഫർദവൻ തൻ ഖുദ്ദൂസിൽ സഹാമല്ലടി. ബദനി രണ്ടെങ്ങും ഹുള്ളിൽ പേശിക്കടി. ബദനി രണ്ടെങ്ങും ഹുള്ളിൽ പേശിക്കടി. ബദനി രണ്ടെങ്ങും ഹുള്ളിൽ പേശിക്കടി. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം, അതിന്റെ അർത്ഥം കരുണ, കാരുണ്യവാൻ എന്നാണ്. അലിവ്, വാത്സല്യം എല്ലാം ആ വാക്കിൽ ഉൾച്ചേരുന്നു. നീച്ചുപാട്ടുകൾ മനസ്സിലാക്കുന്നത് നാമങ്ങളിൽ നിന്നാണ്. ആ മനസ്സിലാക്കലിൽ കരുണയും സ്നേഹവും കൂടിച്ചേരുമ്പോൾ അത് എത്രമാത്രം വംശതയായിരിക്കും. ഫദ്കുർ റബ്ബക ഫീ നഫ്സി, പരിശുദ്ധ ഖുർആനിലെ ആയത്താണിത്. അഥവാ നീ എപ്പോഴും ഇലാഹി ചിന്തയിലായിരിക്കുക, നിന്റെ ശ്വാസത്തിൽ പോലും അവനായിരിക്കുക. അതാണ് ഇച്ഛമസ്താൻ പറയുന്നത്. ഷജറിൽ നിന്ന് നാലാറ് കൊമ്പുകളുണ്ട്. നാലാറ് കൊമ്പുകളുണ്ട്. മീമിൽ വീരിന്ന കനികായ്കളുണ്ട്. മീമിൽ വീരിന്ന കനികായ്കളുണ്ട്. മുഹയ്യാദീനുമുണ്ട്. 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 മീമാൽ ചമന്ന മുറബ്ബിയാക്കളുണ്ട്. മീമാൽ ചമന്ന മുറബ്ബിയാക്കളുണ്ട്. ഓ മീമായ മീമിൽ മിഅ്റാജടി. മീമായ മീമിൽ
ചിലർ വിളിക്കും, ചിലർ ലാ എന്ന് വിളിക്കും. ലാ എന്നതിൻ്റെ അർത്ഥം ഇല്ല എന്നാണ്. അഥവാ അല്ലാഹുവേ നീയല്ലാതെ ഇല്ല. മീം അതൊരു മൗനമാണ്. ചുണ്ട് പൂട്ടിയാണല്ലോ ആ മീം ഉച്ചരിക്കുന്നത്. ആ മൗനം ഒരു മഹാരഹസ്യമാണ്. ആ മൗന രഹസ്യമാകുന്ന മീം കൊണ്ട് ലാം എന്ന പൂട്ടിനെ തുറക്കുമ്പോൾ ആ പൂട്ടൊഴിയുകയും അത് ഏകമായി ഒരു അളവായി ഉയർന്നു നിൽക്കും. അവിടെയാണ് നൂറുള്ളത്. നൂറുൻ അലാ നൂർ. റഹ്മാനേ റഹീം ആമിന ബഗപുള്ളിൽ വള്ളിൽ കീഴ് മദീന ബഗപുള്ളിൽ വള്ളിൽ കീഴ് മദീന ഇച്ഛ പച്ചയിൽ കച്ചോടം ചെയ്യുന്നില്ല, കച്ചോടം ചെയ്യുന്നില്ല, മെച്ച സ്വർഗത്തിൻ്റെ ആശ്ചര്യം കോരുന്നില്ല, മെച്ച സ്വർഗത്തിൻ്റെ ആശ്ചര്യം കോരുന്നില്ല. അച്ഛരൂപ നരകത്തെ തേടിയില്ല, അച്ഛരൂപ നരകത്തെ തേടിയില്ല. ഉച്ച നേരം ഹമീമക കാട്ടിടല്ല, ഉച്ച നേരം ഹമീമക കാട്ടിടല്ല. നീ ചെയ്യുന്ന സൽക്കർമ്മത്തിൽ കൂലി തരുന്ന മുതലാളിയായി നിന്റെ റബ്ബിനെ കാണരുത്. നീ കണ്ടതോടെ ഒന്നാണ് നിന്റെ റബ്ബ്. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അല്ലാഹുവേ ഞാൻ നിന്റെ സ്വർഗത്തെ കൊതിക്കുന്നില്ല, നരകത്തെ ഭയക്കുന്നുമില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് നീ എന്ന ആ പ്രകാശത്തെയാണ്. റഹ്മാനേ റഹീം ആമിന ബഗപുള്ളിൽ വള്ളിൽ കീഴ് മദീന ബഗപുള്ളിൽ വള്ളിൽ കീഴ് മദീന. അല്ലാഹു 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 എന്റേതൊന്നും എന്റേതല്ല, എല്ലാം നിന്റേതാണു ജല്ല, എന്റേതൊന്നും എന്റേതല്ല, എല്ലാം നിന്റേതാണു ജല്ല. ഇതര സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തമായി നിന്നെ പടച്ചത് അവനാണ്. നിന്നുള്ളതൊന്നും നീ ഉണ്ടാക്കിയതെല്ലാം എല്ലാം നൽകിയതവനാണ്. അതെല്ലാം സമർപ്പിക്കേണ്ടത് അവനിലേക്കാണ്. അവനെ, ആ സൃഷ്ടാവിനെ തിരിച്ചറിയുമ്പോഴാണ് നീയാവുക. അതാണ് അല്ലാമ ഇക്ബാലിന്റെ വരികളിലൂടെ മനസ്സിലാക്കുക. എല്ലാം തമാശ ഇവിടെ, എല്ലാം തമാശ, എല്ലാം തമാശ ഇവിടെ, എല്ലാം തമാശ, എല്ലാം തമാശ ഇവിടെ, എല്ലാം തമാശ, എല്ലാം തമാശ ഇവിടെ, എല്ലാം തമാശ. നിസ്കാരം നടക്കുന്നുണ്ട്, ആനകാഹും ബാലിയാതോ ശാരിയ كفلسطين فيك شهداء الجنان عند ربي عاش فيها خالدا لن كروبا ونكوبا يا حتوف ربي نجي من بلايا أبدا في حياتي ومماتي هم سواء ربي وفق للمنايا أجودا ربي اغفر كلهم أي شهداء إنهم يرجوا لقاء وجدا ربي اغفر كلهم أي شهداء إنهم يرجوا لقاء
موجدا. السلام عليكم.